ഹലോ, സജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ടേസ്റ്റിലൊരു വെണ്ടയ്ക്ക തോരനാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സാധാരണ നമ്മൾ വെണ്ടയ്ക്ക തോരനായിട്ട് അരിയുമ്പോൾ വട്ടത്തിലാണ് അരിയുക. അപ്പോൾ അത് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ അത് വഴുവഴുപ്പും പിന്നെ നൂലൊക്കെ വന്ന് ഇങ്ങനെ പിന്നെ വട്ടത്തിലുള്ള പീസായതുകൊണ്ട് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് തിരിഞ്ഞും മറിഞ്ഞൊക്കെ വീഴാനൊക്കെ സമയം എടുക്കും. കുറച്ച് സമയം എടുക്കും ഈ തോരനൊന്ന് റെഡി ആയിട്ട് വരാൻ. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഈസി മാർഗത്തിലൂടെ നമുക്ക് നല്ല ടേസ്റ്റുള്ള വെറൈറ്റി വെണ്ടയ്ക്ക തോരൻ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം വെണ്ടയ്ക്ക കഴുകി വൃത്തിയാക്കി രണ്ടറ്റവും കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ സാധാരണ ഇതുപോലെ വട്ടത്തിലാണ് നമ്മൾ അരിയാറ്. ഇനി ഇത് നീളത്തിലരിയാം. അതായത് ഒരു വെണ്ടയ്ക്ക 4ആയിട്ട് കീറാം നീളത്തിൽ. എന്നിട്ട് ആവശ്യമുള്ള ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കാം. അപ്പോൾ ഒരു വെണ്ടയ്ക്കും ആദ്യം 4ആയിട്ട് കീറണം, പിന്നെ അത് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണങ്ങളാക്കാം. ഇങ്ങനെ എല്ലാം ചെയ്ത് വയ്ക്കാം. എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഒരു 2 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയിട്ട് ചേർക്കാം. വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ വേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് വേപ്പില. ഒന്നിളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. വെണ്ടയ്ക്ക ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ഇളക്കിയതിന് ശേഷം ഒരു 3-4 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ. ഇനി ഇതിലേക്കൊരു അരപ്പ് റെഡിയാക്കാനുണ്ട്. 1/4 കപ്പ് തേങ്ങ ചിരവിയത്, 3 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി, ഒരു 3-4 വേപ്പില, പിന്നെ 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്തിരുന്നു, പിന്നെ ഒരു പച്ചമുളക്. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഒരു 3-4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കി വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഈ സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണും കുറച്ചുകൂടി കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ആദ്യം ചേർത്താൽ മതി. വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർക്കാമല്ലോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം വീണ്ടും ഒരു 1-2 മിനിറ്റ് നേരം മൂടി വയ്ക്കാം ലോ ഫ്ലെയിമിൽ തന്നെ. അതിനുശേഷം തുറന്ന് നോക്കുമ്പോൾ വെണ്ടയ്ക്കെല്ലാം പാകമായിട്ടുണ്ട്. ഒട്ടും ഒരു വഴുവഴുപ്പോ ഒരു നൂലോ വലിയലോ ഒന്നുമില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങ, നല്ല ജീരകം, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, വേപ്പില അതൊക്കെ ചതച്ച് വെച്ചത് അരപ്പ് ഒട്ടും അധികം അരയരുത് കേട്ടോ, ഒന്ന് ചതച്ചാൽ മതി. അതും കൂടെ ചേർത്ത് എല്ലാം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് കൂടെ മൂടി വയ്ക്കാം. അപ്പോൾ ആ തേങ്ങ പിന്നെ ജീരകത്തിൻ്റെ ഒക്കെ ആ ഫ്ലേവർ ആ കഷ്ണത്തിലേക്കും കൂടെ കിട്ടിയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണ് കേട്ടോ. സാധാരണ വെണ്ടയ്ക്ക എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഈ നൂല് ഇങ്ങനെ വന്ന് അതിങ്ങനെ ഇളക്കി ആ നൂല് കളയുന്നവരെ കുറച്ച് സമയം എടുക്കും. നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ നിന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞു കിട്ടും, വളരെ കുറഞ്ഞു കിട്ടും. നല്ല എളുപ്പത്തിൽ നല്ല ടേസ്റ്റുള്ള വെണ്ടയ്ക്ക തോരൻ നമുക്ക് റെഡിയാക്കാം. പിന്നെ ഈ വെണ്ടയ്ക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയണം. അതുപോലെ ചാനലൊക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.